2025 ഈ ലോകത്തേക്ക് ഒരു അതിഥി വന്നു. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് മറ്റൊരു നക്ഷത്ര ലോകത്തിൽ നിന്നെത്തിയ ഒരു യാത്രക്കാരൻ. പേര് 3i അറ്റ്ലസ്. എന്താണിത്? ഇതെവിടെ നിന്ന് വന്നു? എത്ര ദൂരത്ത് നിന്ന് വന്നു? എന്തിനു വന്നു? അന്യഗ്രഹ പേടകമാണോ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുമായി ശാസ്ത്രലോകം സൗരയൂഥത്തിന് പുറത്തു നിന്നെത്തിയ ഈ കോമറ്റിന് പിന്നാലെയാണ്. ആദ്യം തന്നെ പറയാം, ഇതൊരു സാധാരണ കോമറ്റ് അല്ലെങ്കിൽ വാൽനക്ഷത്രമോ ധൂമകേതുവോ അല്ല. സൗരയൂഥത്തിന് വെളിയിൽ നിന്നെത്തിയ ഇതുവരെ കണ്ടെത്തിയ മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ് 3i അറ്റ്ലസ്. അതുകൊണ്ടാണ് പേരിൽ ഈ 3 വന്നത്. ഏറെ 1000 വർഷങ്ങൾക്ക് മുൻപ് വേറൊരു നക്ഷത്ര സമൂഹത്തിൽ ജനിച്ച് എപ്പോഴോ യാത്ര തുടങ്ങി ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ 2025 നമുക്ക് മുന്നിലെത്തിയതാണിത്. ഈ കോമറ്റിന് 7 ബില്യൺ വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. നമ്മുടെ സൗരയൂഥത്തേക്കാൾ ഏകദേശം 3 ബില്യൺ വർഷം പഴക്കമുണ്ടാകും. മാത്രമല്ല, ഇതുവരെ കണ്ടെത്തിയ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളിൽ വെച്ച് ഏറ്റവും വലുതും 3i അറ്റ്ലസ് ആകാനാണ് സാധ്യത. ഇത് മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ രൂപപ്പെടുകയും പിന്നീട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് തെറിച്ചു പോവുകയും ചെയ്ത ഒരു പ്രാചീന വാൽ നക്ഷത്രമാണ്. 2025 ജൂലൈ 1 ചിലിയിലുള്ള അറ്റ്ലസ് ടെലിസ്കോപ്പിലൂടെ ഇത് ആദ്യം കണ്ടെത്തിയത്. പേരിനൊപ്പം അറ്റ്ലസ് എന്ന് ചേർന്നത് അങ്ങനെയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ സാധാരണ വാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകാശത്തിലുള്ള ചെറിയ മാറ്റം കൊണ്ടാണ് 3iയെ ശ്രദ്ധിക്കുന്നതും കൗതുകം തോന്നുന്നതും. ഹൈപ്പർബോളിക് ഭ്രമണപഥം, അതായിരുന്നു ആദ്യ ക്ലൂ. നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളതെല്ലാം സൂര്യന് ചുറ്റിയാണല്ലോ സഞ്ചരിക്കുന്നത്. എന്നാൽ 3i അറ്റ്ലസിന്റെ പാത ഒരു ഹൈപ്പർബോളയിലാണ്. അതായത് ഇത് സൂര്യനെ ഒരിക്കൽ കണ്ടിട്ട് മടങ്ങും, പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഒരു വൺ ടൈം വിസിറ്റ്. എന്തുകൊണ്ടാണ് 3i അറ്റ്ലസിനെ ചുറ്റിപ്പറ്റി ഇത്രയേറെ ക്യൂരിയോസിറ്റി നിറയുന്നത്? ചിലപ്പോൾ ഇത് പെട്ടെന്ന് പ്രകാശിക്കും, ചിലപ്പോൾ പെട്ടെന്ന് മങ്ങും. സാധാരണ കോമറ്റിനെ പോലെ ഇതിന്റെ പ്രകാശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ സഞ്ചാരപഥവും വേഗതയും രാസഘടനയും എല്ലാം ഇത് നമ്മുടെ സൗരയൂഥത്തേക്കാൾ പഴക്കമുള്ളതും മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ രൂപപ്പെട്ടതുമാണെന്ന സിദ്ധാന്തത്തെ ബലപ്പെടുത്തുന്നു. ഒക്ടോബർ 30 3i അറ്റ്ലസ് സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയത്. ഏകദേശം ചൊവ്വയുടെ ഭ്രമണപഥത്തിനുള്ളിലായിരുന്നു അപ്പോൾ. ആ സമയത്ത് സൂര്യനുണ്ടായ മാറ്റങ്ങളും കോമറ്റിനുണ്ടായ മാറ്റങ്ങളും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈ സമയത്ത് കോമറ്റിനുണ്ടായ മാസ് ലോസ് വളരെ അൺയൂഷ്വൽ ആയിരുന്നു. അപ്പോഴും സജീവമായിരിക്കുന്നത് പോലെയുള്ള പെരുമാറ്റം. സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിന് പുറമേയുള്ള നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ കോമറ്റിൽ കാണപ്പെട്ടു. വാതകവും പൊടിപടലങ്ങളും പുറന്തള്ളുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു കിക്കാണിതെന്നാണ് നാസയുടെ വിശദീകരണം. ഈ സമയത്ത് അറ്റ്ലസിനുണ്ടായ നിറം മാറ്റവും സവിശേഷമായിരുന്നു. സൂര്യനോട് അടുക്കും തോറും അതിന്റെ നിറം നീലയായി മാറി. സൂര്യന്റെ ചൂടിനോടുള്ള പ്രതികരണമായി പുറത്തുവരുന്ന അയോണൈസ്ഡ് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കോമറ്റിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ പല ദിശകളിലേക്ക് സങ്കീർണമായ ജെറ്റ് ഘടനകൾ പുറത്തുവരുന്നതും കണ്ടെത്തി. ഇത് ധൂമകേതുവിന്റെ ഉപരിതലത്തിലെ ഐസ് പോക്കറ്റുകൾ പെട്ടെന്ന് ബാഷ്പീകരിക്കപ്പെടുന്നതിന്റെ ഫലമാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. നവംബർ 11 ശേഷം ഇത് സൂര്യന്റെ പിന്നിൽ നിന്ന് കിഴക്കുഭാഗത്തായി വീണ്ടും ദൃശ്യമായി. മറ്റ് ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ ഭൂരിഭാഗവും റാൻഡം ആംഗിളിൽ പ്രവേശിക്കുമ്പോൾ അറ്റ്ലസ് കൃത്യമായി സോളാർ സിസ്റ്റത്തിന്റെ ഓർബിറ്റൽ പ്ലാനിനെ പിന്തുടർന്നു വന്നു. ഇത് തീർത്തും യാദൃശ്ചികമാണോ, അല്ലെങ്കിൽ കൃത്യമായ ഗ്രാവിറ്റേഷണൽ ഷെപ്പേർഡിംഗ് ആണോ? ഇതൊക്കെയാണ് ശാസ്ത്രജ്ഞരെ കുഴക്കുന്നത്. ഇതിനൊന്നും ഇതുവരെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഇതിനു മുമ്പ് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്ന് വന്ന 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ ഔമുമാവുവ, ബോറിസോവ് എന്നിവയാണ്. ഇതിൽ ഔമുമാവുവ ഒരു റോക്കി ഒബ്ജക്റ്റ് ആയിരുന്നു, ബോറിസോവ് ഡസ്കി കോമറ്റും. 3i അറ്റ്ലസ് ഇവരിൽ നിന്നെല്ലാം പൂർണ്ണമായും വ്യത്യസ്തനാണ്. അതായത് ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾക്ക് ഒരേ സ്വഭാവമായിരിക്കണമെന്ന് യാതൊരു നിയമവുമില്ല. അറ്റ്ലസ് ഈ ലോകത്തിൽ നിന്നുള്ളതല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു സൂചനയായിരുന്നു അതിന്റെ ഡസ്റ്റ് കമ്പോസിഷനും നേരത്തെ പറഞ്ഞ ഐസി പാർട്ടിക്കിൾസും. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ കോമറ്റുകളുമായി പൊരുത്തപ്പെടുന്നതല്ല ഇതിന്റെ കമ്പോസിഷൻ. ഭൂമിക്ക് ഭീഷണിയാകുമോ എന്നായിരുന്നു മറ്റൊരു പ്രധാന ആശങ്കയും ചോദ്യവും. 3i അപകടകാരിയല്ലെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തിയപ്പോൾ പോലും ഈ കോമറ്റുമായുള്ള അകലം 1.8 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരത്തിന്റെ 1.8 ഇരട്ടി ദൂരം. ഡിസംബറിൽ ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തെത്തും. ഏകദേശം 269 ദശലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാകും സഞ്ചാരം. ഇത്രയും അകലെയാണെങ്കിലും അറ്റ്ലസ് ഭൂമിയിലെ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് ബിഗ് ബില്യൺ ലോട്ടറിയാണ്. സൗരയൂഥത്തിന് പുറത്തുള്ള നക്ഷത്ര ലോകങ്ങളിൽ എങ്ങനെ കോമറ്റുകൾ രൂപപ്പെടുന്നു,
അവിടുത്തെ മെറ്റീരിയൽ എന്താണ്? അവയുടെ രാസഘടന നമ്മുടേതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ ഗാലക്സി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മറ്റ് ഗാലക്സികൾ എങ്ങനെയായിരിക്കും എന്നതിലൊക്കെ ധാരണ ലഭിക്കും. രഹസ്യങ്ങളുടെയും ചോദ്യങ്ങളുടെയും വലിയൊരു കെട്ടുമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ട, ഇപ്പോൾ മാത്രം നമ്മുടെ ആകാശഗംഗയിൽ എത്തിയ അതിഥി. ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ മനുഷ്യന് സാധിച്ചാൽ തുറക്കുന്നത് അറിവിൻ്റെയും അത്ഭുതങ്ങളുടെയും പുതിയൊരു ലോകമാകും. 3I അറ്റ്ലസ് വെറുമൊരു കൊമറ്റ് അല്ല, അത് മറ്റൊരു ലോകത്ത് നിന്നെത്തിയ സൂചനയാണ്. നമ്മൾ കാണുന്നതിലും അറിയുന്നതിലും വളരെ അകലെയാണ് സത്യമെന്ന സന്ദേശം നൽകി അത് മടങ്ങിപ്പോകും.